ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇത് തെളിയിച്ച കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ബാക്ക് ടു സ്കൂൾ ഐറ്റംസ് കാണിച്ചു. പിന്നെ നമ്മൾ അനിയൻ്റെ ബുക്കൊക്കെ പുതിയ കാണിച്ചു. ഇതാണെങ്കിൽ അനിയത്തിൻ്റെ ബുക്കാണ് ഗൈസ്. അപ്പോൾ ക്യാമറമാൻ ഇന്നും അനിയത്തി തന്നെയാണ്. അവൾക്ക് ഇന്ന് ക്ലാസ്സിലാട്ടോ. അപ്പോൾ അവളുടെ ബുക്കൊക്കെ ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തന്നിട്ട് നമുക്ക് നേരെ പുതിയയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. എനിക്ക് ഇത് പൊതിയാൻ പോലും തോന്നുന്നില്ല ഗൈസ്, കാരണം അത്രയും ക്യൂട്ടായിട്ടുള്ളതാണ്. എനിക്കാണെങ്കിൽ ഒത്തിരി ഇഷ്ടപ്പെട്ടത്. ഇതുണ്ടോ ഓരോന്നായിട്ട് കളിക്കാം കേട്ടോ. ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്, ഇതത് തന്നെയാണ്. ഇതാണ് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ട ഗൈസ് കേട്ടോ. പിന്നെ അവൾക്ക് മേടിച്ചത് ഇത് അവൾക്ക് മേടിച്ചാണ് ബുക്കാണ്. നമുക്ക് ഇത് പൊതിയാനുണ്ട്. ഇതൊക്കെ അവൾക്ക് പൊതിയാനുള്ള കേട്ടോ. അവൻ്റെ എല്ലാം നമ്മൾ ഇന്നലെ പൊതിയണത് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാൻ നിങ്ങൾ ചാനൽ ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും കേട്ടോ. പിന്നെ ലേബലൊക്കെ അത് തന്നെയാണ് ഗൈസ്, എല്ലാ സാധനങ്ങളും അത് തന്നെയാണ്. പിന്നെ പ്രത്യേകിച്ച് ഇതൊക്കെ ഞാൻ ഇന്നലെ കാണിച്ചു തന്നായിരുന്നു കേട്ടോ എല്ലാവരും. ഓക്കെ, നെക്സ്റ്റ് പേന. ഇത് അവൾക്കാണ് ഗൈസ്. ഓക്കെ, ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ അത് ടെക്സ്റ്റ് അവൾ പ്രത്യേകം പറയാൻ പറഞ്ഞിട്ടുണ്ട് ഗൈസ്. ഇന്ന് കാറ്റഗിസൺ ടെക്സ്റ്റും കൂടിയാണ് പൊതിയാനാണ് കേട്ടോ. അവളും എൻ്റെ കൂടെ പൊതിയാൻ കൂടുന്നതായിരിക്കും. എന്തായാലും തന്നെ ആയിരിക്കില്ല ഗൈസ്, കാരണം ഇന്നലെ അവൾ ഉറങ്ങിപ്പോയി. അവളും പൊതിയാൻ കൂടാന്ന് പറഞ്ഞിട്ട് പിന്നെ അവൾ കിടന്ന് ഉറങ്ങാൻ. ഞാൻ പിന്നെ 12 മണിയായി പൊതിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും. ഇനി എന്തായാലും പറഞ്ഞ സമയങ്ങളുള്ള ഗൈസ്, നമുക്കിപ്പോൾ നേരെ പൊതിച്ചിലേക്ക് കിടക്കാം. നമ്മൾ ഇന്നലെ എടുത്ത ബ്രൗൺ കളർ ഉണ്ട് കേട്ടോ. നമുക്ക് ഇത് ലാസ്റ്റ് പൊതി കേട്ടോ ഗൈസ്. അതുവരെങ്കിലും അത് അവൾ ഇട്ടിട്ട് പറഞ്ഞിരിക്കാം. അപ്പോൾ കുറച്ച് തല വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ റോള് ഇത് അവൾ വെട്ടി വെച്ച് തന്നിട്ടുണ്ട് ഗൈസ്. ഹെൽപ്പൊക്കെ ചെയ്യുന്നതാണ് കേട്ടോ. ഓക്കെ, ഇന്ന് രാവിലെ അവന് എല്ലാം നമ്മൾ കറക്റ്റായിട്ട് കൊടുത്തൊക്കെ വിട്ടിട്ടുണ്ട്. അതിൻ്റെ വ്ളോഗ് ഞാൻ ഷോർട്സ് ഇട്ടിട്ടില്ല, അവിടെ തന്നെ ഇടാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് വലിച്ച് പൊട്ടിക്കാൻ ഗൈസ്. ഇത് ഞങ്ങളൊരു ബെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. കാരണം എന്താ വെച്ചാൽ ഈ ഒരു ഇത് ആപ്പിളിൻ്റെ പുറം കവറാണോ ഫുള്ളായിട്ടുള്ളതെന്നാണ് ഞാൻ പറയുന്നത്. അവൾ പറയുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള പുറം കവേഴ്സാണ്. നമുക്കത് നോക്കാം ഗൈസ്. കണ്ടോ? ഇല്ല. അപ്പം നമുക്ക് നോക്കാം ഗൈസ്. എന്തായാലും ഞാനാ ജയിക്കണമെങ്കിൽ ഞാൻ അവൾക്ക് തന്നെ ഫുൾ പൊതി അത് ഒരു 2 രൂപ കൊടുക്കുക ഗൈസ്. അവൾ എനിക്ക് 2 രൂപ. അതല്ല താഴത്തെ ഞാൻ പറഞ്ഞില്ലേ, അതങ്ങനെ ആവശ്യമില്ല. എല്ലാ ആപ്പിള് എല്ലാം ഉദ്ദേശിക്കും. അതും കൂടി ആപ്പിളാവട്ടോ. ഇത് മാത്രം ഉണ്ടോ? ഞാൻ പറയില്ല ഫുൾ ആപ്പിളല്ല. അതായാലും പകുതിയോളം അതേലോ 3 എണ്ണം. അത് പറ്റില്ല. അപ്പോൾ ഇത് നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് പൊതിയാൻ കഴിച്ചു. നമ്മൾ നേരെ പൊതിച്ചിലേക്ക് കിടക്കുകയാണ്. പിന്നെ ഇത് വെട്ടി വെച്ചിട്ടുള്ളത് നമുക്ക് എളുപ്പമുണ്ട് കേട്ടോ. ഫസ്റ്റ് നമുക്ക് നോട്ട്ബുക്ക് തീർക്കാം. ഗൈസ്, ഞാൻ പൊതിയാൻ പകുതി അവൾ പൊതിയും. അവളങ്ങനെ പറഞ്ഞൊന്നുമില്ല, പക്ഷെ നമുക്ക് അങ്ങനെ കൊടുക്കാം ഗൈസ്. അവൾ സ്കൂളിൽ പോയിട്ടോ. അത് ഞാൻ എന്തായാലും ഉടനെ തന്നെ ഇടാം വീഡിയോസൊക്കെ. ഇതിപ്പോൾ ഇതെടുക്കാനുള്ളതുകൊണ്ടാണ് ഗൈസ്. ഇനി എന്തായാലും നിങ്ങളിത് പൊതിയണ കണ്ടുകൊണ്ടിരുന്ന സമയം കളയേണ്ട. ഞാൻ എന്തായാലും ഈ ഒരു സെറ്റ് ബുക്ക് ഫുൾ പൊതിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഫുള്ളായിട്ട് അവൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കണില്ല കേട്ടോ. ഞാൻ ഫുള്ളായിട്ട് ഇന്നലെ നിങ്ങൾ ബ്ലോഗ് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. നമ്മൾ ഫുൾ ചെയ്ത് കഴിഞ്ഞിട്ടാണ് സ്റ്റാപ്ലർ അടിക്കുക ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ നിൽക്കുന്ന സമയം കളയണില്ല. അവൾ അപ്പോഴത്തേനും അവിടെ സ്റ്റാപ്ലർ അടിച്ച് ലേബൽ ഒട്ടിച്ച് ഞാൻ പിന്നെ പേര് എഴുതിക്കോളൂ കേട്ടോ. അങ്ങനെയാണ് ഇന്നത്തെ ഒരു ഇതെന്ന് പറയുന്നത്. ഗൈസ്, ഞാൻ പിന്നെ ഇന്നലെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ നോക്കാം. ഞാൻ ഈ ടെക്സ്റ്റ് പൊതിയുമ്പോൾ കാണിച്ചു തരാം കേട്ടോ ഗൈസ്. ഇപ്പോഴത്തെ ഞാൻ ഇൻസ്റ്റയിൽ ഒരു റീൽ കണ്ടാണ്. എളുപ്പത്തിലല്ല, ഞാൻ അത് എളുപ്പമാണ്. കാരണം നമ്മുടെ ബ്രൗൺ പേപ്പർ വെറുതെ ഇങ്ങനെ വെട്ടി കണ്ടിച്ച് കളയേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷേ നോട്ടിൽ അങ്ങനെ പറ്റത്തില്ല ഗൈസ്. ഞാൻ അത് ശ്രമിച്ചായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഇതിൽ ഞാൻ അവളുടെ ടെക്സ്റ്റ് പൊതിയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ട്രിക്ക് കാണിച്ചു തരുന്നതായിരിക്കും. നീ എന്തെങ്കിലും പറയണം. അവളിവിടെ വിടാതെ ആക്ഷൻ കാണിക്കുന്ന പരിപാടിയാണ് ഗൈസ് നിങ്ങൾ കാണുന്നത്. നീ നിന്റെ സെൻറ്ററിലോ അവിടെ ഇങ്ങനെ ഒട്ടിക്കുന്നത്. കഴിഞ്ഞ വർഷം എല്ലാ വർഷവും പോലെ തന്നെയാണ്. ഇങ്ങനെയാണ് നേരത്തെ 1, 2 പഠിക്കുമ്പോഴാണ് സെൻറ്ററിൽ ഒട്ടിച്ചുകൊണ്ടിരുന്നത്. ഇങ്ങനെ പറയാം. നിനക്ക് ഇഷ്ടമുള്ളത് ഒട്ടിക്കും. അത് വെച്ചേക്കണോ? അവളാണ് ഓർമ്മ ചെയ്തിട്ട് പയ്യൻ അയച്ചിട്ട് മുങ്ങുള്ള പരിപാടി ഉദ്ദേശിച്ചത്. പറ്റില്ല. ഞാൻ ഭയങ്കര സ്പീഡിലാണ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊക്കെ.
ഞാൻ ആദ്യമേ കാണിച്ചിരുന്ന സെക്ഷനായിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അവള് നമ്മുടെ ഒരു ബ്രൗൺ റോള് തീർന്നിട്ടുണ്ട്. ഇത് കുറച്ചുകൂടി ഉണ്ട് ഗൈസ്. അപ്പോൾ ഇത് ബുക്കിൽ ഇത് തികയില്ല. നമുക്ക് എന്തെങ്കിലും കുഞ്ഞെന്തെങ്കിലും കാറ്റഗറിസിൻ്റെ എന്തെങ്കിലും ബുക്കുകളൊക്കെ പുതിയാന്ന് ഓർത്ത് അത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ക്യൂട്ടായിട്ടുള്ള ബുക്കിൽ ഓർഡർ നമ്മളെടുത്ത് പൊരിഞ്ഞു കേട്ടോ. അങ്ങനെ ഒരു റോള് ബ്രൗൺ പേപ്പർ തീർത്തിട്ടുണ്ട്. അവളുടെ ബുക്കിൻ്റെ സെറ്റ് നമ്മൾ തീർത്തിട്ടുണ്ട്. ഇത്രയാണ് ഗൈസ്. ഓഫായി പോയി. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളെ സെറ്റ് ആയിട്ടുണ്ട്. കട്ട് ചെയ്തോ മൊത്തം ഗൈസ്. അപ്പോൾ നമ്മൾ അടുത്തിത് പൊട്ടിക്കാൻ പോവാണ്. അടുത്തത് നമ്മൾ പൊട്ടിച്ചു. ഇത് കറക്റ്റ് ഹൈഡ്രസേനക്കാർ പറഞ്ഞാൽ ചിത്രം പ്ലാസ്റ്റിക്കിന് എടുത്ത് മാസത്തേക്ക് കൂട്ടി വയ്ക്കാം. ഇത് ഇത് അവിടെ കുറേ കിടപ്പുണ്ട്. അത് ചുമ്മാ നീ പറയണേ, ഞാൻ പറയണ കേൾക്കുമ്പോൾ ആൾക്കാർക്ക് ചുമ്മാ പറയണേ. ഇതട്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ എളുപ്പത്തിൽ ഞാൻ ഒരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു മിനി വ്ളോഗിൽ. പേപ്പർ ഞാൻ ഈ പ്രാവശ്യം അവൾ പറക്കുന്നതായിരിക്കും ഗൈസ് കൃത്യമായിട്ട്. ഇനി നമുക്ക് ടെക്സ്റ്റ് ഇത് 4 പിന്നെ ഈ വലിയതും പൊതിയണം. അങ്ങനെ നമുക്ക് കാറ്റഗറിസത്തിൻ്റെ ഇതൊക്കെ നമുക്ക് ലാസ്റ്റ് പൊതിയാട്ടോ ഗൈസ്. കാരണം സ്വന്തമായിട്ട് നമുക്ക് പൊതിയാം, പക്ഷെ നമുക്ക് ബുക്കുകൾ ഫസ്റ്റ് പൊതിയാം. പിന്നെ ഇത് റഫല്ലേ? റഫ ഗൈസ്, റഫ് നമ്മൾ പൊതിയാറില്ല കേട്ടോ. പിന്നെ ഞാൻ വൃത്തിക്ക് ഒരു പാടുമില്ല. സെലോ ടേപ്പിന് പക്ഷേ പാടുള്ളൂ, അത് പിന്നെ മതി. എന്താ കഥ? ഇത് എങ്ങനെ പൊതിയും? ഇത് കൈ കൊണ്ട് പൊതിയും. തമാശ തമാശ. ചെസ് ഇത് കണ്ടിട്ട് പറയണം ക്യാരംസ് ബോർഡാണല്ലോ. ഇവിടെ ഇങ്ങനത്തെ ക്യാരംസ് ബോർഡാണ് കളിക്കുന്നത്. നമുക്ക് നല്ല ഒരു വെല്ലുവിളി തന്നെ തുടങ്ങാം ഗൈസ്. ഇത് മാത്സ് ആണോ? അത്ര എന്തൊക്കെ മാത്സ് മാത്രമേ ഉള്ളൂ, ബാക്കി എന്തൊക്കെ വിളിക്കാം. അപ്പോൾ ഇത് നമ്മുടെ ഇഷ്ടക്കാരാണ് മേടിച്ചല്ല കേട്ടോ. വീട്ടിൽ ചെറുത് അങ്ങനെയൊന്നും നോക്കി മേടിച്ചല്ല. സ്കൂളിൽ നിന്ന് ലിസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു മീഡിയ ആയിട്ടുള്ളത് ഏതൊക്കെ സബ്ജക്റ്റിനാണ്. അങ്ങനെ ആട്ടോ നമുക്ക് മേടിച്ചേക്കുന്നത്. ഞാൻ പാടുമ്പോൾ പാട്ടിൻ്റെ ലിറിക്സ് ഒക്കെ തെറ്റി ആവശ്യമില്ല. ഞാൻ അങ്ങനെയാണ് പാട്ട് പാടാറ്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഷെയർ ചെയ്യാണ്ട് ലൈക്ക് ഇനിയും ഒരു ലൈക്ക് ഒരു സബ്സ്ക്രൈബ് ഉണ്ടാകാൻ വേണ്ടി. ടെക്സ്റ്റിൻ്റെ ടിപ്പ് വരുന്നുള്ളൂ കേട്ടോ. നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യുക. ഞാൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചൊന്നുമല്ല, ഞാൻ ഒരുപാട് ഇൻസ്റ്റയിൽ റീൽ കണ്ടപ്പോൾ കണ്ടതാണ്. ഞാൻ വിചാരിച്ചു അങ്ങനെ ചെയ്ത് നോക്കാം. അത് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്തു കേട്ടോ. പറ്റില്ല, മറ്റേതെടുത്ത് നോക്കി കാറ്റഗറിസം അത് ഇതാകുമ്പോഴത്തേക്ക് പോകും, പൊളിഞ്ഞു പോകും. പക്ഷെ വേറെ തോന്നുന്നില്ല. നീ അതെടുക്കും. നമുക്ക് അവൻ്റെ ഇത് നോക്കാം. ഫാമിലി ഇങ്ങനെ പറയാൻ പറ്റുമോ? ഓക്കെ മതിയോ? ഗൈസ്, അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പ്. ഇത് ഞാൻ നോട്ട്ബുക്ക് ചെയ്യാൻ നോക്കിയിട്ട് എനിക്ക് പറ്റിയില്ല ഗൈസ്. കാരണം ഈ ഒരു സംഭവം ഞാൻ എടുക്കുന്ന രീതിയുണ്ടോ ആ രീതിയിൽ ടെക്സ്റ്റിൽ പറ്റും, പക്ഷെ നോട്ടിൽ പറ്റില്ല കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. നോട്ടിൽ ചിലപ്പോൾ പറ്റുമായിരിക്കും, എനിക്കെന്തായാലും പറ്റിയില്ല. പക്ഷെ ഇത് നമ്മുടെ ബ്രൗൺ പേപ്പർ ഒട്ടും പോകത്തൊന്നുമില്ല. നമുക്ക് ഫുള്ളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ എടുത്തത് അല്ലാണ്ട് കട്ട് ചെയ്ത് അങ്ങനെ നമുക്ക് കളയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.